ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മീരൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. ഇലവീഴ പൂഞ്ചിറയിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഒരു തേയിലത്തോട്ടത്തിലാണ്. ഇപ്പോൾ ഏകദേശം 12:30 സമയമാണ്. ഈ ഉച്ച സമയമാണെങ്കിലും നമ്മൾക്ക് യാതൊരുവിധ മടുപ്പും ഉണ്ടായിട്ടില്ല. നല്ല കുളിർമയുള്ള കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. കുറച്ചു നേരം ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഞങ്ങൾ നടക്കുകയും അവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്തു. ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി ഉച്ചഭക്ഷണം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര. നല്ലൊരു ഹോട്ടൽ അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ്. ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും കൂടിയും ഉള്ള സ്ഥലം വേണം. അങ്ങനെ അവസാനം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നു. ഇനി ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം നമുക്ക് യാത്ര തുടരാം. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. ചോറും വിവിധ തരത്തിലുള്ള കറികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. നമുക്കറിയാം, ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ധാരാളം ചെറു ചെറു കടകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കിവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മളുടെ ഇനിയുള്ള യാത്ര മൊട്ടക്കുന്നിലേക്കാണ്. വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. നമുക്ക് മൊട്ടക്കുന്നിലെ കാഴ്ചകൾ കണ്ടാസ്വദിക്കാം. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിവിധ തരത്തിലുള്ള റൈഡുകളുണ്ട്. അതുപോലെ ബോട്ടിംഗ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് മനോഹരമായ ഒരു സിപ്പ് ലൈൻ കാഴ്ച കാണാം. 2 പേരാണ് ഇതിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. അങ്ങനെ 2 പേർ സിപ്പ് ലൈനിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ജലാശയത്തിൻ്റെ മുകളിലൂടെയാണ് ഇവരുടെ യാത്ര. ഈ ജലാശയത്തിൽ ബോട്ടിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്.
ഒരു അച്ഛനും മകനുമാണെന്ന് തോന്നുന്നു. അച്ഛൻ്റെ കൈവശം ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ? അതൊരു പട്ടമാണ്. പരുന്തിൻ്റെ രൂപമുള്ള ഒരു പട്ടം. അത് കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട്. നല്ല കാറ്റുള്ള സ്ഥലത്ത് ചെന്ന് പറപ്പിച്ചാൽ മാത്രമേ അത് നല്ല രീതിയിൽ പറക്കുകയുള്ളൂ. അവർ അത് പറപ്പിക്കാൻ പോകുന്ന വഴിയാണ്. പട്ടം പറക്കുന്നത് കണ്ടാൽ ചെറിയ പക്ഷികൾ പറക്കുന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലെ ഒരുപാട് പട്ടങ്ങൾ ആൾക്കാർ മേടിച്ച് പറത്തുന്നുണ്ട്. വിവിധ ഷേപ്പിലുള്ള പട്ടങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിച്ച് പറപ്പിക്കാൻ സാധിക്കുന്നതാണ്. മൊട്ടക്കുന്നിൽ നിന്നും ഞങ്ങൾ അടുത്ത പ്രദേശത്തേക്ക് യാത്രയാവുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയാണ്. ഇവിടെ കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ്. ഇവിടെ പ്രത്യേക സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഫോട്ടോ അവരെടുത്ത് ഫ്രെയിം ചെയ്ത് തരണമെങ്കിൽ അതിന് പ്രത്യേക തുക തന്നെ നമ്മൾ കൊടുക്കണം. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നല്ല തണുത്ത ഒരു കാലാവസ്ഥയും നല്ല തണലും നല്ലൊരു കുളിർമയൊക്കെയാണ് ഇവിടെ നിന്ന് ലഭിക്കുക. അതുപോലെ ഇവിടുത്തെ ഓരോ പൈൻ മരവും നിരനിരയായി നട്ടിരിക്കുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു പ്രദേശം കൂടിയാണ് ഇത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം.
ഇനി ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ നിന്നും തിരിച്ചിറങ്ങുകയാണ്. സമയം ഏകദേശം 7 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളത് ഹോട്ടൽ സ്റ്റൈലിലുള്ള ബഡ്ജറ്റ് റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. വാഗമണ്ണിൽ കൂടുതലായിട്ട് ഹോം സ്റ്റേകളാണുള്ളത്. റിസോർട്ടുകൾ ഉണ്ടെങ്കിലും അത് കുറച്ച് എക്സ്പെൻസീവാണ്. നമുക്ക് രാത്രിയിൽ ഫുഡ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും. അപ്പോൾ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ബാക്കി വിശേഷങ്ങൾ കാണാം. വാഗമൺ ഹിൽ ചിംസ് എന്ന ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണിത്. ബാൽക്കണിയുള്ള 2 റൂമുകളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള സൗകര്യമുള്ള റൂമുകളാണ്. വാഗമണ്ണിൽ പൊതുവെ നല്ല തണുപ്പായതുകൊണ്ട് റൂമുകളിലൊന്നും AC ഇല്ല, ഫാൻ മാത്രമാണുള്ളത്. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. റൂമുകളൊക്കെ ഒന്ന് കാണാം. രാവിലെ മുതലുള്ള യാത്രയാണ്. ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രഷായി ഇനി രാത്രിയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി നീങ്ങുകയാണ്. ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ കറി ഇതായിരുന്നു ഞങ്ങളുടെ രാത്രി ഫുഡ്. ഹോം സ്റ്റേ സ്റ്റൈലിലുള്ള ഫുഡാണ്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. രാവിലെ ഇറങ്ങിയതുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. നല്ല സുഖമായി ഇനി ഒരു ഉറക്കം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ വീക്ഷിക്കുകയും ശ്രവിക്കുകയും ചെയ്ത ഏവർക്കും നന്ദി.